അടുത്തായിട്ട് നമ്മൾ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാത്ത, പാർഷ്യലി അയണൈസ്ഡ് ആയ, കഴിഞ്ഞ കൊല്ലം ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനെയാണ് എന്തെന്ന് പറയാ? വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അതിൽ അയോൺസിന്റെ എണ്ണം കുറവായിരിക്കും. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റോ എപ്പോഴും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തതായിരിക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും വീക്ക് ഇലക്ട്രോലൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാല് ദ കോമ്പൗണ്ട്സ് ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്, എപ്പോഴും അത് അയോൺസ് ആയിട്ട് നന്നായി ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായിരിക്കും? നല്ല ഗുഡ് കണ്ടക്ടർ ഓഫ് വാട്ട്? ഇലക്ട്രിസിറ്റി. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ അത് പാർഷ്യലി ഡിസോസിയേറ്റ് ആയിരിക്കും. അതുകൊണ്ട് അയോൺസിന്റെ എണ്ണവും കുറവായിരിക്കും. വാട്ടറിലിട്ടാൽ കണ്ടക്ടിവിറ്റി, പുവർ കണ്ടക്ടിവിറ്റി ആയിരിക്കും. കാരണം ഈ അയോൺസിന്റെ എണ്ണം കുറവായതുകൊണ്ട്. നമ്മളെ സ്ട്രോങ് ആസിഡ്സ് HCl, HBr, NaOH, KOH ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കാണുമ്പോൾ നമുക്കറിയാം സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ബേസസ് അതൊക്കെ എപ്പോഴും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. എന്നാൽ വീക്ക് ബേസസ് ഒക്കെ എപ്പോഴും വരും വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ എപ്പോഴും ഇതെവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അയോൺസിന്റെ എണ്ണം, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ മൂവിങ് അയോൺസേ ഉണ്ടാവുള്ളൂ ഇതില് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ. എന്നാലോ മറ്റേലാണെങ്കിലോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ മൂവിങ് അയോൺസ് ഉണ്ടാവും. അതുകൊണ്ട് കുറെ അയോൺസ് ഉണ്ടാവുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റിയും സ്വാഭാവികമായിട്ട് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അയോൺസിന്റെ എണ്ണം സ്മോൾ ക്വാണ്ടിറ്റി ഇൻ വീക്ക് ഇലക്ട്രോലൈറ്റ്, ലാർജ് ക്വാണ്ടിറ്റി ഇൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നമുക്ക് സാധാരണയായിട്ട് അറിയാം, ഇവിടെ പറഞ്ഞ സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ബേസസ്, സാൾട്സ് ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ആസിഡ്സ്, വീക്ക് ബേസസ് ഇതൊക്കെ എപ്പോഴും എന്തായിരിക്കും? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. കഴിഞ്ഞ കൊല്ലം നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുന്നതാണിത്. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾസും കൂടി നോക്കിയേ. വീക്ക് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അയോൺസ് ആയിട്ട് ഉണ്ടാവില്ല, കോവലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇവിടെ തന്ന ഈ സുക്രോസ് മോളിക്യൂൾ ആയാലും ഷുഗർ ആയാലും ഗ്ലൂക്കോസ് ആയാലും അതേപോലെ മെത്തനോൾ, എത്തനോൾ എല്ലാം നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. മറ്റേത് സ്ട്രോങ് ആൻഡ് വീക്ക്. ഈ ഇക്വേഷൻ നമ്മൾ മുമ്പേ പഠിച്ചു. ഇതുതൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. G = A × K/L. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L എന്ന് പറഞ്ഞാൽ ലെങ്ത്, K എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കാപ്പ, G എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ്. വി ആർ ഡിഫൈനിങ് കണ്ടക്ടിവിറ്റി കാപ്പ ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് വെൻ A and L ആർ ഈക്വൽ ടു 1. എയും എല്ലും 1 ആയാൽ G എന്തായിട്ട് മാറും? K ആയിട്ട് മാറും. അതായത് അപ്പൊ അതിന്റെ വോളിയം 1 തന്നെ ആയിരിക്കും അല്ലെ? വോളിയം ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഓൾസോ വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് പുതിയൊരു തരത്തിൽ ഈ കണ്ടക്ടൻസിനെ ഡിഫൈൻ ചെയ്യാം. അതിങ്ങനെയാണ്: കണ്ടക്ടൻസ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. അത് നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചു വെക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ കണ്ടക്ടിവിറ്റിന്റെ വേരിയേഷനാ പറയാൻ പോകുന്നത്. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, അതായത് ഡയല്യൂഷൻ കൂടുമ്പോൾ, ഒന്ന് കോൺസെൻട്രേഷൻ കുറയലെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിലെ സോൾവെന്റ് ഉപയോഗിച്ച് സോൾവെന്റിന്റെ എമൗണ്ട് കൂട്ടുന്നു. സൊല്യൂട്ടിന്റെ എമൗണ്ട് നന്നായിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ എന്ന് പറയാം. സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറച്ച് മാത്രമുള്ളതിനെ നമ്മൾ ലോ കോൺസെൻട്രേഷൻ എന്നാ പറയാം. അപ്പോ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആ സൊല്യൂഷനെ ഡയല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും
അതിന്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓൾവേസ് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. എന്തുകൊണ്ടാണിത്? നമുക്ക് പറയാൻ പറ്റും. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം, അതാണല്ലോ കറണ്ട് ക്യാരി ചെയ്യുന്നത്. നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് ക്യാരി ദ ചാർജ് ദാറ്റ് ഡിക്രീസസ്. ഈ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ കുറയുന്നു. അതിനനുസരിച്ചിട്ട് ഈ നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് ക്യാരി ഇലക്ട്രിസിറ്റി ഓൾസോ ഡിക്രീസസ്. സോ ഓൾവേസ് റിമെമ്പർ conductivity kappa decreases with a decrease in concentration or increase in dilution due to the decrease in number of ions per unit cell. ഇത് കാപ്പയുടെ കാര്യമാണ് പറയുന്നത്, കെയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയേ, ആദ്യം കുറച്ച് സൊല്യൂഷൻ മാത്രമേ ഇല്ലൂ. അതിൽ നല്ലോണം സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കുറെ അയോൺസ്, ചോപ്പ് ഡോട്ട് പോലെ കാണുന്നത് അയോൺസ് ആണെന്ന് വിചാരിക്കും. കുറെ അയോൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെയോ, ഇപ്പുറത്തെ ഉള്ളതില് നമ്മളെ ഈ അയോൺസിന്റെ എണ്ണം കുറഞ്ഞു. കാരണം എന്താ, അതിൽ വോളിയം കൂട്ടിയിട്ടുണ്ട്, അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ അയോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുവായിരുന്നു. അപ്പോ ആദ്യത്തത് നോൺ ഡൈല്യൂട്ടഡ്, ആഫ്റ്റർ ഡൈല്യൂട്ടിംഗ് അയോൺസിന്റെ എണ്ണം ഡിക്രീസസ്. അതാണ് ഡൈല്യൂഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇനി ലാംഡ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ബൈ എൽ. അതെന്ത് ഇക്വേഷൻ ആണ് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ containing 1 mole electrolyte kept between the electrodes with the area of cross section A and distance length. ഈ എയും എല്ലും 1 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വി എന്ന് പറഞ്ഞാല് എ ആയിരിക്കും. Isn't it? Then we can write lambda m is equal to kV. Lambda m is equal to kV എന്നൊരു പുതിയ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി, കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, വി എന്ന് പറഞ്ഞ വോളിയം കണ്ടെയ്നിങ് 1 മോൾ ഇലക്ട്രോലൈറ്റ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ അടുത്ത എക്സ്പ്ലനേഷൻ. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ ലാംഡ എം ഇസ് ഈക്വൽ ടു കെ വി എന്ന് വന്നത്. ഇഫ് എൽ ഈസ് ഈക്വൽ ടു 1, A will be equal to area of cross section. A will be equal to V. V എന്ന് പറഞ്ഞാൽ വോളിയം കണ്ടെയ്നിങ് 1 മോൾ ഇലക്ട്രോലൈറ്റ് ആണ്. പ്രത്യേകമായി ശ്രദ്ധിക്കുക, നമ്മൾ ലാംഡ എമ്മിന്റെ വേരിയേഷനാ പറയാൻ വേണ്ടി പോകുന്നത്. വി ഓൾറെഡി ഡിസ്കസ്ഡ് കെ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ലാംഡ എം കെ വി ആണെങ്കിലോ വോളിയം എപ്പോഴും വോളിയം കൂട്ടുന്നതിനെയാണ് ഡയല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ കെയുടെ ഡിക്രീസ് വോളിയത്തിന്റെ ഇൻക്രീസ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ലാംഡ എം ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. കെ കുറയുമെങ്കിലും ആ കുറവ് ആര് നികത്തും? വോളിയത്തിന്റെ കൂടുതൽ കൊണ്ട് നികത്തിക്കോളും. വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ കോൺസെൻട്രേഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാന്നല്ലോ, ആ സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റിന നമ്മള് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്നാ പറയാ. അതിനെ നമ്മൾ ലാംഡ എം 0 അല്ലെങ്കിൽ ലാംഡ എം ഇൻഫിനിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യും. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ആദ്യം നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വേരിയേഷൻ നോക്കാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ കോൾഡ് ഡിബേ-ഹക്കൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി. സി എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി.
ഇനി എ ശ്രദ്ധിക്കുക. എ ഈസ് എ കോൺസ്റ്റന്റ് ദാറ്റ് റെപ്രസെന്റ് ദ ടൈപ്പ് ഓർ നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഈ ഇലക്ട്രോലൈറ്റിന്റെ ഒരു സ്വഭാവം, ഏത് സ്വഭാവം? ഇലക്ട്രോലൈറ്റ്സിലെ കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും ചാർജ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എ. NaCl എടുക്കുക. അതിൽ എന്നെയും +1 Cl -1. സോ വി ക്യാൻ സേ NaCl ഈസ് എ 1,1 ഇലക്ട്രോലൈറ്റ്. ഇനി CaCl2 എടുത്താൽ Ca മുകളിൽ 2+ ആണ്, Cl മുകളിൽ -1 ആണ്. അതിനെ അതുകൊണ്ട് 2,1 ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഇങ്ങനെ ഇലക്ട്രോലൈറ്റ്സിലെ അയോൺസിന്റെ ചാർജ് കാണിക്കുന്നതാണ് എ. ഈ ഇക്വേഷൻ വെച്ച് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഒരു ഗ്രാഫ് വരച്ചാൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഫോർ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ലാംഡായം ആണ് y ആക്സിസില്. ആ ഗ്രാഫ് അങ്ങോട്ടേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ, കൂട്ടിമുട്ടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ പോയിന്റിലായിരിക്കും ലാംഡായം 0. ഇനി നമുക്ക് ഒരു ഈ ഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ഡിബേ-ഹക്കൽ ഇക്വേഷൻ ഗിവിംഗ് നിയർലി സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അതിന്റെ y ഇന്റർസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് അവിടെ മുട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ലാംഡായം 0, ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇതിന്റെ സ്ലോപ്പ് മൈനസ് ഓഫ് ദ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു എ. ഇത് ലാംഡായം 0 കാണിച്ചതാണ്. ലാംഡായം 0 ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള അതിന്റെ ലാംഡായം. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കാര്യം നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഡസ് നോട്ട് ഒബേ ദിസ് ഡിബേ-ഹക്കൽ ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിയാലേ പറ്റില്ല. ഹയർ കോൺസെൻട്രേഷനിൽ ഇതിന് എന്ത് സംഭവിക്കും? ഇതിന് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവായിരിക്കും, അയോൺസിന്റെ എണ്ണം കുറവായിരിക്കും. എന്നാൽ ലോവർ കോൺസെൻട്രേഷനിലോ ഇതിന്റെ ഡിസോസിയേഷൻ കൂടുകയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 1 ആവാൻ പോവുകയും ചെയ്യും. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിനൊരു പ്രശ്നം സംഭവിക്കുന്നത് എന്താണ്? ഇതിന്റെ അയോൺസിന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ √Cയും ലാംഡായമും അതത് ആക്സിസുകളിൽ എടുത്തിട്ട് നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കർവ് ആയിരിക്കും കിട്ടുക. ഈ കർവിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചാല് അറ്റ് ഹൈ കോൺസെൻട്രേഷൻ അതൊരു നിയർലി സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ ലോ കോൺസെൻട്രേഷൻ എത്തുമ്പോഴോ പെട്ടെന്ന് അങ്ങ് കൂടുക ചെയ്യുന്നത്. നോക്കിയേ, ഗ്രാഫ് വിൽ ബി there is a steep increase. നോക്കിയേ, സോ ലാംഡായം 0 എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗ്രാഫ് എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചതെന്നാണ്. അപ്പോ എന്തായാലും വി വിൽ ഗെറ്റ് എ കർവ്. ഒരു കർവാന്ന് നമുക്ക് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ല. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് അസറ്റിക് ആസിഡിന്റെ ഗ്രാഫ് എടുത്ത് നമുക്ക് പഠിക്കാം. ലാംഡായം y ആക്സിസിലും √C x ആക്സിസിലും. അപ്പോ ദാറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഹിയർ ദ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ C 0 ആവാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ആൽഫ വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് ആണ് ഈ ഗ്രാഫ് 0 ആവുമ്പോൾ ഒരു ഭയങ്കര ഇൻക്രീസ്, സ്റ്റീപ്പ് ഇൻക്രീസ്, ഒരു സഡൻ ഹൈക്ക് ഉണ്ട് അവിടെ. അതുകൊണ്ട് എന്ത് പറ്റി? ലാംഡായം 0 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല ഗ്രാഫ് വെച്ച് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട്. കണ്ട, അവിടുന്ന് ജസ്റ്റ് നേരെ മുകളിലോട്ട് പോവാണ് ചെയ്യുന്നത്. അതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റേത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റേത് കർവ് ആണ്. ഇത് 2 ഗ്രാഫും കൂടി ഒന്നിൽ വരച്ചിട്ടുള്ളതാണ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. സ്ട്രോങ് ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലോവർ കോൺസെൻട്രേഷൻ ആയാലും. ഇപ്പം 3 തരം ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ 1, 2, 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ വേണ്ടി പറ്റും 1 and 2 are what? Strong. 3 is for weak. ആ 2 ഗ്രാഫിന്റെയും വ്യത്യാസം നോക്കിയേ. ഒന്ന് അങ്ങോട്ടേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? 1ഉം 2ഉം നോക്ക് അവിടെ കൂട്ടിമുട്ടിക്കാം നമുക്ക്. എന്നാൽ 3യോ അത് ഈ y ആക്സിസിന് പാരലൽ ആയിട്ട് അങ്ങനെ പോവാന്ന് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫിക്കലി നമുക്ക് ഒരിക്കലും ലാംഡായം 0 ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി എക്സ്പെരിമെന്റലി പറ്റുമോ? അതും പറ്റില്ല. കാരണം എന്താണ്? ലോ കോൺസെൻട്രേഷൻ ടെൻസ് ടു 0 എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു കോൺസെൻട്രേഷനിൽ നമുക്ക് എക്സ്പെരിമെന്റലി കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേഷൻ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പൊ സൊല്യൂട്ടേ ഇല്ല എന്നല്ലേ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റുമോ? അതിനാണ് കോൾ റാഷസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്
കോൾറാഷസ് ലോ എന്ന് പറഞ്ഞ ഒരു ലോ നമുക്ക് പ്രപ്പോസ് ചെയ്തത്. കോൾറാഷസ് ലോ, കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ കണ്ടുപിടിക്കുക. That is very important statement. Study that. It states that limiting molar conductivities of an electrolyte can be represented as the sum of the individual contributions of cations and anions or ions. ഇതൊരു ഇക്വേഷൻ ആക്കി മാറ്റേണ്ടതുണ്ട് നമുക്ക്. We can write lambda m0 is equal to nu plus lambda 0 plus nu minus lambda 0 minus. എന്നാണ് ഈ lambda 0 plus lambda 0 minus എന്ന് പറഞ്ഞാല് അത് കാറ്റോണിന്റെയും ആനയോണിന്റെയും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ആണ്. ഈ ന്യൂ പ്ലസും ന്യൂ മൈനസ് എന്ന് പറഞ്ഞാല് കാറ്റോൺസിന്റെയും ആനയോൺസിന്റെയും എണ്ണം, ഡിസോസിയേഷൻ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നപ്പോൾ ആ എണ്ണത്തിനെയാണ് പറയുന്നത്. According to കോൾറാഷസ് ലോ, ഈ lambda m0 of NaCl നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്കറിയാം NaCl ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു Na പ്ലസും ഒരു Cl മൈനസും അയോണാന്ന് ഒന്നൊന്ന് കിട്ടുക. അപ്പോ we will write lambda m0 of NaCl is equal to 1 into 1 എന്ന് പറഞ്ഞാൽ Na പ്ലസിന്റെ എണ്ണം 1 into lambda 0 of Na പ്ലസ് അയോണിന്റെ പ്ലസ് 1 into lambda 0 of Cl മൈനസ് Na പ്ലസിന്റെയും Cl മൈനസ് അയോൺസിന്റെയും ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിന്റെ സം ആയിരിക്കും NaClന്റെ ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി. ആ 1 എന്ന് പറഞ്ഞാൽ ഈ അയോൺസ് ആണ്. കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താല് ഒരു മോളിക്യൂളിന് ഒരു Na പ്ലസ് ഒരു Cl മൈനസ് ഉണ്ടാവുക. ഇതേപോലെ നമ്മള് CaCl2ന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എങ്ങനെയാന്ന് കാണുവാന്ന് നമുക്ക് നോക്കാം. CaCl2ന്റെ അപ്പോൾ CaCl2ന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി, ഇൻഫിനിറ്റ് ഡയല്യൂഷനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം അറിയണം? Ca2+ന്റെ ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ളതും അതേപോലെ Cl മൈനസിന്റെ ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ളതും അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ നമ്പർ 3.4 ഈ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കിയാൽ Ca2+ന്റേത് 119 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോളാന്നുള്ളത്. അതേപോലെ Cl മൈനസിന്റേത് 76.3 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോളാണുള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു മോളിക്യൂളാണ് ഇത് CaCl2 എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒരു Ca2+ അയോണും 2 Cl മൈനസ് അയോണുമാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 119 1 into എന്ന് പറഞ്ഞാൽ Ca2+ ഒരു അയോൺ ആണല്ലോ ഉള്ളത്. 1 into 119 plus 2 into 76.3 എന്നാൽ 2 Cl മൈനസ് എന്നുള്ള 2 അയോൺസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CaCl2 അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ കിട്ടും. 271.6 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോളിന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്തെല്ലാം തന്നെ പഠിച്ചതെന്ന് ഓർമ്മിച്ച് നോക്കുക. lambda m0 കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ അസറ്റിക് ആസിഡിന്റെ lambda m0 നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കും. ഒരു വീക്ക് ആസിഡാണ്, നമുക്ക് ഗ്രാഫിക്കലിയും എക്സ്പെരിമെന്റലിയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? lambda m0 ഓഫ് അസറ്റേറ്റ് അയോൺ CH3COO മൈനസ് അയോണ്ടതും lambda m0 ഓഫ് H+ അയോണും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് lambda m0 ഓഫ് അസറ്റിക് ആസിഡ് കിട്ടും. അക്കോർഡിംഗ് ടു കോൾറാഷസ് ലോ. അപ്പോൾ ഈ അസറ്റേറ്റ് അയോണ്ടതും H+ അയോണ്ടതും അയോൺ ഒരു ആസിഡിൽ നിന്ന് നമുക്ക് ഷുഗർ ആയിട്ടും കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് 349.6 എന്നാണ്. ഇനി അസറ്റേറ്റ് അയോണും തന്നിട്ടുണ്ട്. അസറ്റേറ്റ് അയോൺ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അസറ്റേറ്റ് അയോൺ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയും പറ്റും. അപ്പോ 40.9 ആണ്
അതിന്റെ വാല്യൂ. അപ്പോൾ അസറ്റേറ്റ് അയോണ്ടത് H+ അയോണ്ടത് കിട്ടി, രണ്ടും കൂടി സം ചെയ്ത അസറ്റിക് ആസിഡ് കിട്ടും. അതിനെ പറ്റിയുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പ്രോബ്ലത്തിന് മുന്നേ നമ്മൾ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ λm0 കിട്ടി. λm ഡിവൈഡഡ് ബൈ λm0 എപ്പോഴും ആൽഫ ആയിരിക്കും. λm0 നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ, ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം വേണ്ടേ? അപ്പോൾ λm ഡിവൈഡഡ് ബൈ λm0 എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആയിരിക്കും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടിയാൽ എന്ത് കിട്ടും നമുക്ക്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ K ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഡിസോസിയേഷന്റെ സമയത്ത് അയണൈസേഷന്റെ സമയത്തുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അത് കിട്ടും. നമുക്കറിയാം ഇക്വേഷൻ C⁴² ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അസറ്റിക് ആസിഡിന്റെ അതുപോലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ആൽഫയും Kയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ പറയുന്ന കോൾഡ്-റാഷസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ്. 1. We can find λm0 for weak electrolyte. 2. We can find the alpha degree of dissociation and dissociation constant K for the weak electrolyte. λm0യും ആൽഫയും Kയും വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി കോൾഡ്-റാഷസ് ലോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കോൾഡ്-റാഷസ് ലോന്റെ 3 ആപ്ലിക്കേഷൻ. അടുത്ത ക്ലാസ്സിൽ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഓർമ്മിച്ചു നോക്കാം. We will get λm0, alpha and dissociation constant from the കോൾഡ്-റാഷസ് ലോ. വെറുതെ അല്ല ഈ λm0യും എല്ലാം കണ്ടുപിടിക്കുന്നത്, അതിനെ കൊണ്ട് ഇങ്ങനെ ഉപയോഗമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മെയിനായിട്ട് λmന്റെ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. വേരിയേഷൻ അതിൽ 2 ഗ്രാഫും ഉണ്ട്. λmന്റെ വേരിയേഷൻ ആണ് സ്ട്രോങ്ങും വീക്കും ഇലക്ട്രോലൈറ്റിന്. പിന്നെ λm0 എന്നാണെന്നും അതെങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ കോൾഡ്-റാഷസ് ലോയും അതിന്റെ അപ്ലിക്കേഷൻസും ആണ് പഠിച്ചത്. ആദ്യം പറഞ്ഞ വേരിയേഷനിൽ നമുക്ക് 2 ഗ്രാഫും ഉണ്ട് എന്ന് ഓർമ്മിച്ചു നോക്കുക.